അമ്മേ മീൻകറിയായി ചക്കക്കുരു വറുവായി ഒരു പുളിശ്ശേരി ഒക്കെ വെച്ചാലോ. അങ്ങാടിയുണ്ട് ഒരു കാട്ടു ചേനട്ടുണ്ട് അതങ്ങ് അരിഞ്ഞോണ്ടെന്നാലോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? മുമ്പില് നമ്മ ഒപ്പം വെക്കുന്നല്ലേ. അച്ഛാ അത് അരിഞ്ഞിട്ട് വെച്ചേ. എന്നാ നിങ്ങളുടെ ഇരിക്കും, ഞാൻ പോയിട്ട് അരിഞ്ഞിട്ട് വെച്ചേ. നിങ്ങ വരണ്ട കേട്ടോ അതിലേക്ക്. ഇന്ന് നല്ല ആച്ചുണ്ടല്ലോ അമ്മ. ആറിയിട്ടതെല്ലാം വേഗം ഉണങ്ങും. മഴ പെയ്യാണ്ട് ഇന്നാന്തിയായിരുന്നു. നാരങ്ങ നല്ലോണം മൂത്തിട്ടുണ്ടല്ലോ. പിന്നാറ്റം പറിക്കാം, അതും കൂടെ ഒപ്പരാക്കാൻ കഴിയില്ല. അന്നൊക്കെ അച്ചാറെല്ലാം കഴിഞ്ഞു. പിള്ളേർ ദോശക്ക് ഇങ്ങനെ കോരിക്കോട്ടുന്നു. പിന്നെ എങ്ങനെയാണ് അത്ര ദിവസത്തെ അച്ചാറെല്ലാം ആക്കിയാൽ. ഓ തേങ്ങയും വീണിട്ടുണ്ടല്ലോ. രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് കേട്ടാ. നാലെണ്ണുണ്ട്. ഒന്ന് ഇതാ അമ്മേ വന്നത് ഏതായാലും നന്നായി. 5-6 തേങ്ങയും കിട്ടി. തോട്ടിലേക്കൊന്നും വീഴ്ച. ഓ ഇതാണ് നമ്മളെ കാട്ടു ചെയ്യുന്നത്. വണ്ണം വെക്കുന്നത്രേ. ഞാൻ പെണ്ണ് ഒറ്റക്കാ പോയിന്. ഞാൻ പോയാ നോക്കിയാലോ. അങ്ങനെ കഴിയാണ്ട് പോയൊന്നും വേണ്ട, ഓളരിഞ്ഞിട്ട് വരും. പാത്രം എടുത്തിട്ട് വരുമ്പോ സമയോ ഇറച്ചിട്ട് കൊടുത്തു. കൊറേ തേങ്ങ കിട്ടിയല്ലോ. അതെ എന്തോ പോയത് ഭാഗ്യം. 3-4-5 തേങ്ങ കിട്ടിയച്ചാ. ഇതമ്മേ കാട്ടു ചെയ്യുന്നുണ്ട്. വേഗം നാ മുറിച്ചിടല. ചൊറിയില്ലമ്മേ. ചൊറിയൊന്നുമില്ല. മുറിച്ചൊരു കഷ്ണം ഇങ്ങനെ ആക്കിക്കൂടെ? ഇങ്ങനെ മൂത്തിട്ടൊന്നുമില്ല. ഒന്നൊരു തോല് പൊളിച്ചോ. പക്ഷെ ഇതിന്റെ തണ്ടും മറ്റേ ചിലത്തണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? ഇതിന്റെ ഒരു കാപ്പി കളർ അല്ലേ? ഇത് നല്ല ഡിസൈനിലും വരലുണ്ടാവും. വരാനായിട്ടുമാ ഇത് പന്നിയൊന്നുമില്ല. എന്താ പന്നിക്ക് ചോറിയുന്നുണ്ടാ? ഇതിന്റെ കിഴങ്ങ് പന്നിയൊന്നും. മറ്റേ ചേന തിന്നോ പന്നി? നമ്മളെ സാധാരണ ചേന പന്നി അത് പന്നി തിന്നും. അത് വെച്ചക്കൂല. ഇത് തൊടൂല. അതാണ് ഇത് ദൂരം ദൂരം ഇങ്ങനെ വളർന്നിട്ടല്ലേ. ഇത് ചൊറിയുന്ന അതിന്റെ കിഴങ്ങ്. അതന്നെ അമ്മ. ഇതിന്റെ കിഴങ്ങ് നമ്മ ഒരിക്കലേ പുളിങ്കറി ആക്കിട്ടേ ഓർമ്മയുണ്ടാ? കണ്ടൊരിക്കല്. ഇപ്പം വരലില്ലാന്നോണ്ട് അല്ലെങ്കിൽ തേങ്ങ എല്ലാം ഒരിച്ച് തിന്നട്ടായിരിക്കും. അതെ അതെ. ചക്കക്കുരു ഇട്ടിട്ട് ഓലം വെക്കായിട്ട് പരിപ്പിലിടാ. നല്ല രസം ഉണ്ടാവും അല്ലേ? പരിപ്പിലിടാ. പിന്നെ പുളിശ്ശേരിയും വെക്കാം. പണ്ടല്ലേ ഇത് അത്ര ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ മണ്ണത്തില് ഇതേത് മണ്ണം ഉണ്ടാകാൻ. ഇതൊന്നും വണ്ണമില്ല. നല്ല മണ്ണമില്ല. ആ ഭാഗത്ത് ഒരുപാട് ഉണ്ടാവുന്ന നിക്കലൊന്നുമില്ല. ഇപ്പൊ ആടിയില്ല. നമ്മളെ ഇതിന്റെ ബാക്കിലെല്ലാം എത്ര ഉണ്ടാവലുണ്ടെന്ന് അറിയാം. നിങ്ങൾ ആടെല്ലാം ഉണ്ടാവില്ല. അയ്യോ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണും. നമ്മ സാധാരണ ചേനത്തണ്ട് ഉണ്ടാവലുണ്ട്. നമ്മളെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നില്ലേ. പണ്ടത്ര കുമല് കിട്ടലുണ്ട്. ഇപ്പം കുമല കിട്ടുന്നുണ്ട. കുമലെല്ലാം ഇടക്ക് ഉണ്ടാവലുണ്ട്. നല്ല പുറ്റുമലും ഉണ്ടാവും, നിലത്തും ഉണ്ടാവും. നിലം പടപ്പ എന്ന് പറയും. നിലത്തില്ലേ മറ്റേ പുറ്റുമക്കുമല്. നമ്മളെ ഏത്ത വളപ്പിലെല്ലാം ഉണ്ടാവില്ലേ. പുറ്റിന് ഇപ്പൊ ഉണ്ടാകുന്ന ആര് നോക്കുന്നല്ലേ. ഇപ്പൊ കുമല് വാങ്ങാൻ കിട്ടുന്നുണ്ട് അമ്മേ. അമ്മ അത് അവരാക്കുന്നതാണ്. കൃഷി കുമല് കൃഷി. നല്ല ഇറച്ചി പറ്റും. ഇറച്ചിനെ പോലെയാണ് കുമല്. ഇറച്ചിയുടെ രസാണ്. അത് നല്ല ബഹുവും ഉണ്ടാവും കുമലിന്. ഇപ്പൊ അങ്ങനത്തെ കുമലും ഇല്ല, ഇറച്ചിയും ഒന്നുമില്ല. കാലെല്ലാം മാറുമ്പോ അങ്ങനെ വെച്ചാ ഇനി ഒന്നും ഉണ്ടാവൂല. ഉണ്ടോ എന്റെ കൈ ചൊറിയല്ലേ. ചെറുങ്ങനെ ചോറ്
ചാടട്ടാ. അച്ഛ സമയം വൈകിട്ടൊന്നുമില്ലല്ലോ? ആവൂലേ? ആവൂലേ? കറി വെക്കുന്ന എത്രയാ സമയത്തായിപ്പാ? മീൻകറിയും ചക്കക്കുരു വറവും നേരത്തെ ആയിന്. പിന്നെ ഒരു പുളിശ്ശേരി ആയിക്കോട്ട് വിചാരിച്ചിട്ടാണ്. കാട്ടുചേനത്തണ്ട. കാട്ടുചേനത്തണ്ട ആ തോട്ടുംകാരനായിരിക്കും അല്ലേ? ഞാൻ തന്നെ കണ്ടു കാണാം. നല്ല ഇടിയലും മുട്ടുന്ന തുടങ്ങലായോമ്മ അല്ലേ? അതന്നെ തുടങ്ങലായോമ്മ. ഇന്ന് പടിഞ്ഞാറുന്ന് ഇടിമുട്ടിയാല് വേഗം മഴ ഉണ്ടാവുന്നല്ലേ? കടലിൽ നിന്ന് മുട്ടിയാൽ അങ്ങനെ എന്തോ പറയുന്നേക്ക. മിഥുന മാസാണ്. കാക്ക കണ്ണുറക്കാത്ത മഴ ഉണ്ടാവൂലേ അല്ലേ? ആരെ ഡ്രസ്സും ഉണങ്ങുന്നില്ല അറിയില്ലല്ലപ്പ. അല്ല അത് തന്നെ താളിൻ്റെ പോള അരിയാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. താളിൻ്റെ പോളയും പച്ചക്കായും നമ്മളെ കാട്ടുചേനത്തണ്ടും ഇട്ട് വെക്കാന്ന് പറഞ്ഞു കേട്ടാ. താളിൻ്റെ പോള അരിയട്ടെ. ഓക്കെ, ഇത് മതി. ഇതാ താളിൻ്റെ പോള. ഇതാ പച്ചക്കായ് ഞാൻ ചിക്കി കൊണ്ട് കൊടുത്തിന് അമ്മക്ക്. അമ്മ റെഡിയാക്കുന്നുണ്ട് പച്ചക്കായ്. അപ്പോൾ താളിൻ്റെ പോളയും പച്ചക്കായും നമ്മളെ കാട്ടുചേനത്തണ്ടും അല്ലേ? ഇത് മൂന്നും കൂടിയിട്ടാണ് പുളിശ്ശേരി വെക്കുന്നത്. അമ്മ പറഞ്ഞു ഈ പച്ചക്കായും താളിൻ്റെ പോളയും കൂടി ചേർത്ത് തന്നെ അല്ലേ? എന്നാ കറി ആക്കാല്ലേ? അപ്പോൾ നമ്മുടെ ഇത് കായും താളിൻ്റെ പോളയും ആദ്യം കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാട്ടുചേനത്തണ്ടേ. അപ്പോൾ 3 പച്ചക്കറിയുമായി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് വേവിക്കട്ടെ, പെട്ടെന്ന് വേവിക്കട്ടെ. അപ്പോൾ അതാണ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ തയ്യാറാക്കണം. നമ്മുടെ പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം അല്ലേ? ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ബന്ധുവാ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനിയൊന്ന് ഒഴിച്ചോ. ഓക്കെ, അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. കുലുക്കി ഒഴിക്കുക അല്ലേ? നീ തിളക്കണം അല്ലേ? തിളക്കറ. നമ്മുടെ അരപ്പൊന്ന് പോകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, ഇനി തിളക്കണ്ട. അങ്ങനെ നമ്മുടെ തൈരും കൂടി ചൂടായിട്ടുണ്ട്. അല്ലേ? ഇതിനെ എടുത്ത് വെക്കാം. ഇതൊക്കെ ഇനി വറുത്തിടാനുണ്ട് അല്ലേ? കുറച്ച് കടുക് പൊട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടെ നോക്കിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഊണയ്ക്കലായിട്ടുണ്ട്. ചോറ് വിളമ്പ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കറി കാട്ടുചേനത്തണ്ട് പുളിശ്ശേരി. നമ്മളെ ചക്കക്കുരു തോരനുണ്ട്. ചക്കക്കുരു വറവ് എന്ന് പറയും. അടുത്ത നമ്മൾ മത്തിക്കറി. എണ്ണർ മത്തി അല്ലേ? അനക്ക് മീൻകറി ഈടെ വെച്ചിനി. പുളിശ്ശേരി വെക്കണ്ട എടാ? എവിടെയോ വെച്ചിനി. അവിടെ വയ്ക്ക്. അങ്ങനെ കഷ്ണം ഉണ്ട്. കാട്ടുചേന തണ്ടിന്റെ കഷ്ണം ഉണ്ട്.
അമ്മ നമ്മുടെ കറി എന്തുണ്ട്? നല്ല കറി തന്നെ. നമുക്ക് മീനാ ഇഷ്ടപ്പെട്ടു. അച്ഛാ ഇത് കൂട്ടി നല്ല തന്നെ. നല്ല തന്നെയാ. നല്ല തന്നെ. പുളിശ്ശേരി. ഇത് നമ്മുടെ ഇതാ ഉണ്ടക്കാന്ത അരി. നല്ല എരിവാണ് കേട്ടോ. അപ്പം നമുക്ക് പുളിശ്ശേരിക്കൊന്ന് ആഡ് കൊടുക്കുക. ചോറ് ഇങ്ങനെ മിക്സാക്കിയിട്ട് കുറച്ച് മീനിൻ്റെ ചാറും കറി നല്ല കറിയാ ചാ. നല്ല കറിയാണ്. നമ്മളെ വിറ്റാമിൻ സാധനം ചക്കക്കുരു. വിറ്റാമിൻ വിറ്റാമിൻ നെയ്മത്തി. കുറച്ച് ചക്കക്കുരു പുളിശ്ശേരി മിക്സാക്കി കഴിക്കാം. പുളിശ്ശേരി നല്ലോണം ഇഷ്ടപ്പെട്ടിനെ. എന്നാൽ പിന്നെ അമ്മ ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ അമ്മ താത്ത. ടാറ്റ. അച്ഛ താത്ത. ടാറ്റ.